ഇപ്പൊ ഏതൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഹീറോസിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത്രയും ഭാഷ എടുത്ത് നോക്കിയാൽ? അങ്ങനെ മലയാളത്തിൽ ഇപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ മമ്മൂക്കയുടെ റോഷാക്കിൽ ചെയ്തിട്ടുണ്ട് ഒരു സീക്വൻസ്. അതുപോലെ ജയറാമന്റെ ലോനപ്പന്റെ മാമോദിസ, പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, പിന്നെ സലീം കുമാർ ഡയറക്ട് ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണേ, അത് ജയറാമട്ടൻ തന്നെയാണ്. അതെ. പിന്നെ ചാക്കോസിന്റെ പത്മിനി, കുട്ടനാടൻ മാർപ്പാപ്പ, അങ്ങനെ രണ്ടുകൂടെ ചെയ്തത്. പിന്നെ നരേന്റെ പോലീസ് ജൂനിയർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ അപ്പോത്തിഗിരി, ആസിഫലിന്റെ എല്ലാം ശരിയാവും, അസുരവിത്ത്. ഒരുവിധം ഹീറോസിന്റെ കൂടെ ലാലേട്ടന്റെ മാത്രം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാലേട്ടൻ, പൃഥ്വിരാജ്, അതുപോലെ ടൊവിനോ അവരുടെ വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവസരം കിട്ടട്ടെ. അതെ. ശ്രീനാഥ് ബാസിയുടെ രണ്ടുപേരും ചെയ്തു. തമിഴിലോ? തമിഴില് ജിത്തൻ രമേഷിന്റെ ചെയ്തു. പിന്നെ അങ്ങാടിത്തൊരു മഹേഷ് എന്ന് പറയും, മഹേഷിന്റെ ചെയ്തു. പിന്നെ അതുപോലെ പാണ്ഡി എന്ന് പറഞ്ഞിട്ട് പസംഗ പറഞ്ഞ പടത്തിൽ പാണ്ഡി ആളുടെ ചെയ്തു. ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റ്. ഈ റോഷാക്കിലെ ഇത് അതെ ആ ഒരു സീക്വൻസ് സീക്വൻസ് ആയിരുന്നു. നമുക്ക് ബാക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നതും ഓപ്പോസിറ്റ് ആസിഫലിയുടെ ആത്മാവ് വരുമ്പോഴുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് കാണുന്നത് വന്നായിരുന്നോ? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അതിന് മുമ്പ് പരിചയം എവിടെയെങ്കിലും പരിചയം അല്ലെങ്കിൽ പല മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്ന അവിടെ. എങ്ങനെയാണ് മമ്മൂക്കയുടെ കുറിച്ച് പറയാനാണെങ്കിൽ ആ ഒരു ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റ് മമ്മൂക്കയായതോടെ ഞാൻ ചോദിക്കാം, മമ്മൂക്കയായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മമ്മൂക്കയായിട്ട് കുഴപ്പമില്ല. പേടിയുണ്ടെന്ന് ചോദിക്കാനാണ്. നമ്മുടെ ഉള്ളിൽ ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കോ. നമുക്ക് വരുന്നതിന് മുമ്പേ നമ്മളത് അസിസ്റ്റന്റിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് സ്പോട്ട് എഡിറ്റിംഗ് റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന റെഫറൻസ് കാണിച്ചിട്ടാണ് ചെയ്തത്. അത് കാരണം പ്രശ്നമില്ല. ആള് ഓക്കെ മാസ്റ്റർ ടൈപ്പ് പോലാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്. അതാ ഞാൻ ചോദിച്ചാൽ എല്ലാവരുടെയും വിചാരം മാസ്റ്റർ എന്ന് പറയുമ്പോൾ തമിഴ് ഇതാണുള്ളത്. ഇപ്പൊ ഈ മലയാളം സിനിമയിൽ നമ്മളിപ്പോ കൂടുതൽ റിയലിസ്റ്റിക് ഫൈറ്റുകളാണല്ലോ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ട്രെൻഡിലാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പണി ശരിക്ക് അത് കൂടുതലാണോ കുറവാണോ? നേരത്തെ പറഞ്ഞത് മറ്റേ തെലുങ്ക് സിനിമകളൊക്കെ കാണുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ പണി എളുപ്പമാണെന്ന് പറഞ്ഞു. അത് എളുപ്പമാണ്. പിന്നെ ഇത് ഇഞ്ചുറി ഒക്കെ വരുന്നോണ്ടാണോ കൂടുതൽ ഇച്ചിരി റിസ്ക് വരുന്നത്? അത് മാത്രല്ല, നമ്മൾക്ക് തെലുങ്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡേയ്സ് കിട്ടും ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ബഡ്ജറ്റ് ലിമിറ്റേഷൻ ആണ്, ഡേയ്സ് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ലൈവ് ഫൈറ്റാണ്, സ്റ്റോറിയും അതുപോലെ സിറ്റുവേഷനും ആവശ്യപ്പെടുന്ന ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ അതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ സ്റ്റോറിക്ക് മാച്ച് ആവുന്ന രീതിയിൽ കമ്പോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ജോലി ശരിക്ക് ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ നിങ്ങൾ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നല്ലത്. ഈ ഒരു സ്ക്രിപ്റ്റിംഗ് സമയം മുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് നല്ലത്. ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എഡിറ്റിംഗ് സമയത്താണെങ്കിലും എഡിറ്റിങ്ങിന് നമ്മൾ തന്നെ ഇരിക്കണം. കാരണം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സൗണ്ട് എഫക്ട്സ് ഒക്കെ വെച്ച് കേൾക്കുന്ന പോലെ മേക്കിംഗ് ചെയ്യാൻ പറ്റില്ല. സീൻ എടുക്കുന്ന പോലെ ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം സേഫ്റ്റി നോക്കണം. ഇപ്പോൾ സിനിമയിൽ ഇഞ്ചുറി ആവും വേണം, എന്നാൽ ലൈഫിൽ ഇഞ്ചുറി ആവരുത്. സേഫ്റ്റി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അത് മേക്കിങ്ങിൽ കുറച്ച് ഗിമ്മിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് കംഫർട്ടബിളായി ചെയ്യാൻ വേണ്ടിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കൂടെ എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ്. എല്ലാ മാസ്റ്റേഴ്സും അങ്ങനെ ഞാൻ മാത്രം അങ്ങനെ എഡിറ്റർ കൂടെ ഇരുന്നിട്ട് അത് ഷോർട്ട് ഓർഡർ ചെയ്ത് അതുപോലെ റാമ്പ് ചെയ്യാണ്ടെങ്കിൽ റാമ്പ് ചെയ്ത് അതിനെ ഇത് ചെയ്ത് കൊടുക്കണം സേഫ്റ്റി. അപ്പൊ നിങ്ങളുടെ ജോലി ഷൂട്ടിൽ കഴിയുന്നില്ല അല്ലെ? അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് കഴിയണ വരെ നിങ്ങളുടെ ഇതുണ്ട്. പിന്നെ ഇതിന്റെ മറ്റേ ഇപ്പൊ ഒരു സപ്പോസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫൈറ്റ് സീക്വൻസിൽ അതില് ക്യാമറ ഏത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഷോട്ട് അതിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ലേ? ഈ ക്യാമറ സൈഡിലും കൂടി നിങ്ങൾക്ക് സജഷൻസ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഡയറക്ടർ ആവശ്യപ്പെടുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന ക്യാമറ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറ്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന എക്യുപ്മെന്റ്സ് കിട്ടിയാൽ നമുക്ക് അവരെ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാമറ നമ്മൾ പറയാറുണ്ട്. ഫുൾ ഇൻവോൾവ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഇതൊന്നും ഈ പറഞ്ഞ പോലെ അതാണ് പലരും അറിയാത്ത ഒരു മേഖലയാണ് ഇത് ശരിക്കും നിങ്ങളുടെ.